ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലാണ്. ഞാനിവിടെ സ്നോ ഫാന്റസിയിൽ വന്നതാണ് കേട്ടോ. മണാലിയിലൊക്കെ പോയി മഞ്ഞ് കളിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹം തന്നെയാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്കിപ്പം ഇവിടുത്തെ കാര്യം നോക്കാം. ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ ജാക്കറ്റും ഗ്ലൗസും നമുക്ക് അവർ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഉള്ളിൽ ഇത്ര അടിപൊളിയായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോലും ഇല്ല. ഇതിന്റെ ഉള്ളിൽ -10 ഡിഗ്രിയാണ്. ഈ പിള്ളേരായിട്ട് വരുന്നവർ ഒന്നവരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇതിന്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആക്ടിവിറ്റി ചെയ്യാവേ. ലേസർ ലൈറ്റ്, DJ, മ്യൂസിക്, സ്നോഫാള്, പിന്നെ കുറെ റൈഡുകൾ, ഇഗ്ലൂ ഹൗസ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. ഇതിന്റെ ഉള്ളിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല. കണ്ണ് തെറ്റിക്കഴിഞ്ഞ് സ്നോ വാരി ഏറിയയിലാണ് പിള്ളേർക്ക് മെയിൻ പരിപാടി. ഇതേ എന്റെ മടിയിരിക്കുന്ന ഈ കുരുപ്പ്, വേറെ 3 കുരുപ്പുകൾ, ഇവന്മാരെല്ലാരും കൂടെ ചേർന്നായിരുന്നു എന്നെ വിട്ട് വളഞ്ഞത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകുന്നത് അറിയത്ത് പോലും ഇല്ല കേട്ടോ. ഗ്ലൗസ് ഊരിയിട്ട് എനിക്ക് അധികം നേരം വീഡിയോ എടുക്കാനേ പറ്റില്ല. അതിന് മാത്രം തണുപ്പായിരുന്നു. എന്റെ കൈയാണെങ്കിൽ മരവിച്ച് പോയി. വീടുകളെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്നോ വാരി ഏറിയയിലായിരുന്നു മെയിൻ പരിപാടി. എനിക്ക് കിട്ടിയ ജാക്കറ്റ് കുറച്ച് ഓവർ സൈസ് ആയിട്ട് തോന്നി. എങ്കിലും കുഴപ്പമില്ല, ഞാൻ അവിടെ നല്ലപോലെ എൻജോയ് ചെയ്തു. കാണുമ്പോൾ കുറച്ച് ചെറിയ സ്ഥലമായിട്ട് തോന്നും, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് സ്ഥലമുണ്ട്. തണുപ്പൊക്കെ നമുക്ക് ഓവറായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി വേറെ സ്ഥലമുണ്ട് കേട്ടോ. പിള്ളേരായിട്ടൊക്കെ വരുന്നവർക്ക് ആ സ്ഥലം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അവിടെ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ തണുക്കാൻ തുടങ്ങിയായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഇങ്ങോട്ട് എൻട്രി അലൗഡ് അല്ല. വീക്കെൻഡിലൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ ഭയങ്കര ആളായിരിക്കും കേട്ടോ. വീക്കെൻഡ് എല്ലാ ദിവസങ്ങളിലും ഇവിടെ വരുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. അപ്പോൾ ആൾ അത്യാവശ്യം കുറവായിരിക്കും. 1 hour ആണ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നത്. അപ്പോൾ ഈ യാത്ര എന്തായാലും എനിക്ക് ഒട്ടും നഷ്ടമായിട്ടില്ല. മലപ്പുറം വന്ന്, കോഴിക്കോട് വന്ന്, ഇപ്പോൾ ഹൈലൈറ്റ് മാളിൽ വന്ന് സ്നോയിൽ കയറി, മിനി ഊട്ടിയിൽ പോയി. അപ്പോൾ ട്രാവൽ കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ചെറിയ ചെറിയ വ്ളോഗുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. സീ സൂൺ ദ നെക്സ്റ്റ് വീഡിയോ.